chasing trails in firelight. I remember that same night we fell in love all over again. And driving through the clouds and gazing at them stars, it's so beautiful with you. Waking up to your smile, all dazed and dreamy-eyed, I fell in love all over again. Spotting birds and butterflies, losing all our sense of time. Every day was a memory we made. To be young and wild and having no cares, it's so different when love is in the air. I've been missing the moments we were there. Take me back in time. And driving through the clouds and gazing at them stars, it's so beautiful with you. And diving in the sea when it's just you and me, it's so beautiful with you. Night, your hand held in mine. You're so beautiful, it's true. When the sun paints the sky, our hearts intertwined. It's so beautiful with you. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, ലോകാരംഭത്തിൽ അങ്ങ് മനുഷ്യവംശത്തെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവല്ലോ. സൃഷ്ടിജാലങ്ങളുടെ ഇടയിൽ അതീവനാക്കി മനുഷ്യനെ ഉയർത്തിയ അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. അവനെ പോലുള്ള ഒരു സഖിയെ അവന് വേണ്ടി ഞാൻ ഉണ്ടാക്കും എന്ന് അരുൾ ചെയ്തുകൊണ്ട് ആദ്യത്തിന് സഖിയായി ഹവ്വായെ സൃഷ്ടിച്ചു നൽകുകയും അവരുടെ ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത അങ്ങ് ഇന്ന് വിവാഹിതരാകാൻ പോകുന്ന ഞങ്ങളുടെ ക്രിസ്റ്റോയിൽ അതിനെ അനുഗ്രഹിക്കണമേ. കാനായിലെ കല്യാണ വിരുന്നിൽ സംബന്ധിച്ചുകൊണ്ട് ദമ്പതികൾ
അനുഗ്രഹിച്ച വിഷയായി ഇവരെ അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഇവരെ കരുണാപൂർവ്വം കടാക്ഷിക്കണമേ. തിരുകുടുംബത്തിന്റെ കാവൽക്കാരനായ യൗസേപ്പേ, ദേവമാതാവായ പരിശുദ്ധ കന്യകാമറിയമേ, ഇവരുടെ വിവാഹം മംഗളകരമാകാനും ഇവരുടെ ദാമ്പത്യ ജീവിതം വിജയകരമാകാനും പ്രാർത്ഥിക്കണമേ. ഇവരുടെ പേരിന് കാരണക്കാരായിരിക്കുന്ന വിശുദ്ധരെ, കാവൽമാലാകമാരെ, ഇവരെ വിശുദ്ധരും സുരക്ഷിതരുമായി കാത്തുകൊള്ളണമേ. എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ബന്ധുജനങ്ങളെ, പ്രാർത്ഥനകളും ആശംസയും നൽകി എന്നെ സദയം അനുഗ്രഹിക്കണമേ. മകനെ അബ്രാഹത്തെയും സാറയെയും അനുഗ്രഹിക്കട്ടെ. നിത്യവും നിത്യവും നന്ദി ദൈവമേ. അങ്ങ് തന്ന ദാനത്തിനായി നന്ദിയേകിടാം, അങ്ങ് തന്ന സ്നേഹത്തിനായി നന്ദിയേകിടാം. നന്മരൂപനേ നല്ല ദൈവമേ, നന്മരൂപനേ നല്ല ദൈവമേ, നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ. സ്റ്റോന് മധുരം കൊടുക്കട്ടെ, സ്റ്റോന് മധുരം കൊടുക്കട്ടെ. See the shore. Now I'm feeling kind of
മനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിൽ വാങ്ങണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, ലോകാരംഭത്തിൽ അങ്ങ് മനുഷ്യവംശത്തെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചുവല്ലോ. സൃഷ്ടിജാലങ്ങളെല്ലാം അധിപനാക്കി മനുഷ്യനെ ഉയർത്തി അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവനെ പോലെയുള്ള ഒരു സഖിയെ അവന് വേണ്ടി ഞാൻ ഉണ്ടാക്കും എന്നരുളി ചെയ്തുകൊണ്ട് ആദത്തിന് സഖിയായി ഹവ്വായെ സൃഷ്ടിച്ചു നൽകുകയും അവരുടെ ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത അങ്ങ് ഇന്ന് വിവാഹിതരാകാൻ പോകുന്ന ഞങ്ങളുടെ അലീനയെയും ക്രിസ്റ്റോയെയും അനുഗ്രഹിക്കണമേ. കാനായിലെ വിവാഹ വിരുന്നിൽ സംബന്ധിച്ചുകൊണ്ട് ദമ്പതികളെ അനുഗ്രഹിച്ച മിശിഹായെ, ഇവരെ അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഇവരെ കരുണാപൂർവ്വം കടാക്ഷിക്കണമേ. തിരുക്കുടുംബത്തിന്റെ കാവൽക്കാരനായ മാർ യോസേപ്പെ, ദൈവമാതാവായ പരിശുദ്ധ കന്യകാ മറിയമേ, ഇവരുടെ വിവാഹം മംഗളകരമാകുവാനും ഇവരുടെ ദാമ്പത്യ ജീവിതം വിജയകരമാകുവാനും പ്രാർത്ഥിക്കണമേ. ഇവരുടെ പേരിന് കാരണക്കാരായിരിക്കുന്ന വിശുദ്ധരെ, കാവൽ മാലാഖമാരെ, ഇവരെ വിശുദ്ധരും സുരക്ഷിതരുമായി കാത്തുകൊള്ളണമേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങ് ഞങ്ങളുടെ മധ്യേ സന്നിഹിതനായിരിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട അലീനയെ ഞങ്ങൾക്ക് നൽകിയതിലും വിവാഹബന്ധത്തിലേക്ക് ഉയർത്തിയതിലും അങ്ങ് പ്രദർശിപ്പിച്ച കാരുണ്യാതിരകത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഇവരുടെ ദാമ്പത്യ ജീവിതം മധുരതരവും ക്ലേശരഹിതവുമാക്കി ഇവരെ അനുഗ്രഹിക്കണമേ. ദാമ്പത്യ ജീവിതത്തിനായി മനുഷ്യവംശത്തെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ച ദൈവമേ, അങ്ങയുടെ ഈ ദാസിയെ അനുഗ്രഹിക്കണമേ. തിരുക്കുടുംബത്തിന്റെ കാവൽക്കാരനായ മാർ യോസേപ്പെ, ദേവമാതാവായ പരിശുദ്ധ കന്യകാ മറിയമേ, ഇവരുടെ വിവാഹം മംഗളകരമാകുവാനും ഇവരുടെ ദാമ്പത്യ ജീവിതം വിജയകരമാകുവാനും പ്രാർത്ഥിക്കണമേ. ആമേൻ. Who's that shadow holding me hostage? I've been here for days. Who's this whisper telling me that I'm never gonna get away? I know they'll be coming to find me soon, but I fear I'm getting used to being held by you. Baby, look what you've done to me. Baby, look what you've done now. Baby, I'll never leave if you keep holding me this way.
ബലിവേദി തന്നിൽ ബലിദാനമാകാൻ അണയുന്നു ദാസരൊന്ന ബലിവേദി തന്നിൽ ബലിദാനമാകാൻ അണയുന്നു ദാസരൊന്ന ബലിയായിടാനും ബലിയേകിടാനും തിരുനാഥനൊപ്പമായിടാ പാവനയാഗമായി തീർത്തിടാമീ ബലി ഒരുമയിൽ ഒന്നായി പാവനയാഗമായി തീർത്തിടാമീ ബലി ഒരുമയിൽ ഒന്നായി മനമുന്നുയർത്തി മിശിഹാതൻ ബലിയിൽ ആദരായി പങ്കുചേരാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങളുടെ
ഐക്യത്തിൽ ജീവിക്കുവാൻ ഈ ദാസനെ വിളിച്ചുവല്ലോ. സ്വർഗീയ വരങ്ങള ഈ വധുവരന്മാരെ സമ്മതരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃപരമായ ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിന്റെ നന്മയ്ക്കും വേണ്ടി ഈ കൂദാശ യോഗ്യതയോടെ പരിഗണന ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്റെ പുത്രി ശ്രദ്ധിച്ച് കേൾക്കുക. നിന്റെ ദിനത്തെയും ഇത് ഗ്രഹത്തെയും നീ മറന്നു കളയുക. നിന്റെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം എന്റെ സ്നേഹം മൂലം നിന്നെ നിന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. കാഴ്ചകളുമായി രാജാവിനെ സന്ദർശിക്കും. തോഴികളായ അവളെ അനുഗമിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ കിടന്നു കിടക്കുന്ന മുന്തിരിവള്ളിയാകും. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈത്യമുളകൾ പോലെയുമായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്നെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. ഞങ്ങളുടെ പിതാവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങൾ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രദർശനാവുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞുകൊണ്ടിലൂടെ നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് രാജ്യത്തെയും ശുദ്ധാഭാവം സകലത്തിന്റെയും നാഥായ ദൈവം. ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്. എന്നെ അനുഗ്രഹിക്കുന്നവൻ അന്ധകാരത്തിലെ വിശ്വസിക്കുക. നമുക്ക് മാർഗദീപമായിരിക്കട്ടെ. ശരീരങ്ങളെ ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യപരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായിരിക്കും. വിസ്മയനായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തോട് ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യുന്നു. പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ സഹോദരന്റെ വിശുദ്ധ പത്രോസ്ലീഹായിലേക്കും 3-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാരുടെ ജയകാലികളിൽ വചനം അനുസരിക്കാത്ത ആശയങ്ങളുണ്ടെങ്കിൽ അവരെ മാത്രമല്ല പെരുമാറ്റങ്ങളുടെ വിശ്വാസത്തിലേക്ക് അനുഗ്രഹിക്കാൻ കഴിയും. അവർ നിങ്ങളുടെ ആദരപൂർവ്വവും നിഷ്കളങ്കവുമായ പെരുമാറ്റങ്ങളാണ് മൂലമാണ് ഇത് സാധ്യമാകുക. ബാഹ്യമായ പിടിയോ സ്വർണ്ണാഭരണങ്ങളോ
സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 2 1 മുതൽ 11 ഉൾപ്പെടെയുള്ള വാക്യങ്ങൾ. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ വിവാഹം ഇരുന്നുള്ളത്. ഈശോയുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ഈശോയും ശിഷ്യന്മാരും വീടിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീതി തീർന്നു പോയപ്പോൾ ഈശോയുടെ അമ്മ അവരോട് പറഞ്ഞു, അവർ വീതി. ഈശോ അവരോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്ക് നിനക്കും എന്ത്, എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവൻ്റെ അമ്മ പറ്റാളികളോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യും. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 ആളായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുകയും ഇനി ഈശോ അവരുടെ കത്തിച്ചു. അവർ പക്കോളം നിറച്ചു. ഇനി പകർന്നു കലവറക്കാരന് അടുത്ത് കൊണ്ടുചെല്ലുകയും എന്നോട് പറഞ്ഞു. അവർ പ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായമായ ആ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് കാണുന്നത്. എന്നാൽ വെള്ളം കോരിയ പരിചാരകൻ അറിഞ്ഞില്ല. അവൻ മണവാളൻ വിളിച്ച് പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചിട്ടുണ്ട്. ഈശോ തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ പ്രിയ സഹോദരത്തെ, സ്നേഹമുള്ള ക്രിസ്തോ വരം വിളിക്കുന്നതായിരിക്കുന്നത് ഇന്നത്തെ ദിവസം മാത്രമാണ് അങ്ങനത്തെ വിളിയൊക്കെ കഴിയുക. ഞങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ കല്യാണത്തിന് 4 പ്രസംഗം പറയണമെന്നൊരു അപ്പോൾ എല്ലാവർക്കും പറയാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അവസരം കിട്ടിയതിരിക്കുകയാണ്. ആദ്യം ക്രിസ്തുവിനെ 2 വാക്ക് പറയാം. ഞാനിവിടെ വന്നപ്പോഴും അച്ഛനെ അവരുടെ ഞങ്ങൾ ആരാധന വിളിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞത് ക്രിസ്തുവിൻ്റെ പാർശ്വകാരാണെന്ന് ഞങ്ങൾ പറഞ്ഞത്. അത് വേറെ ഇപ്പോഴും ഞങ്ങൾ തമ്മിലൊരു ബന്ധം നിലനിൽക്കുന്നുണ്ടെന്ന് തന്നെയാണ്. കാരണം ക്രിസ്തുവിൻ്റെ ജീവിതശൈലി പലപ്പോഴും അതുപോലെ തന്നെയാണ്, ചിട്ടയായ ജീവിതങ്ങളാണ്. പിന്നെ ക്രിസ്തുവിനെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങളിവിടെ പലരും ഞങ്ങളുടെ ഭാഷയിൽ 16 പേരുണ്ടായി. ഇപ്പം പലരും അച്ഛനായിരിക്കുന്നത് തന്നെ ഒരു കണക്കിന് പറഞ്ഞ ക്രിസ്തുവിൻ്റെ ചെറിയ കഴിവുകളുണ്ട്. ക്രിസ്തു നല്ലതുപോലെ പഠിക്കും. അപ്പോൾ ഞങ്ങൾക്കൊക്കെ ഫിലോസഫി വെച്ചിട്ട് ക്രിസ്തു എല്ലാം പറഞ്ഞു തരുമായിരുന്നു. പിന്നെ ക്രിസ്തു നല്ലോണം വരയ്ക്കും, പടം വരയ്ക്കാറുണ്ട്, കാർട്ടൂൺ വരയ്ക്കാറുണ്ട്. പിന്നെ ഈ ക്രിസ്മസ് കാലങ്ങളിൽ പുൽക്കൂടൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ ക്രിസ്തുവൊക്കെ എപ്പോഴും ഒരുമിച്ചുണ്ടാകുന്നത്. അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ നല്ലൊരു ബന്ധമുണ്ട്. പിന്നെ അതിന് സുന്ദരിയാണല്ലോ ക്രിസ്തു. 2 പേര് എനിക്കൊത്തിരി സന്തോഷമായി. കാരണം അത്താഴയിലേക്ക് കയറി വന്നപ്പോൾ തന്നെ കണ്ടത് 2 പേരെ ചിരിച്ചിരിക്കുന്ന ഒരു മുഖമാണ്. അവരുടെ മുഖത്ത് ഒരു പേടിയില്ല. കാരണം അവരെ കൊണ്ട് തന്നെയാണ് അവരുടെ ഈ ജീവിതം മനോഹരമായി മുന്നോട്ട് തീർക്കുമോ എന്നുള്ളതിൻ്റെ കോൺഫിഡൻസ് അവരുടെ മുഖത്തുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ചിരിയാണ് അവിടെ പോകുന്നത്. ഫോട്ടോഗ്രാഫിക്ക് എളുപ്പമായി നല്ല ഫോട്ടോ. ഇനി 2 വാക്കുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ്. വേറൊന്നുമല്ല, മണ്ണാങ്കത്തെ കരിയുടെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. മണ്ണാങ്കത്തെ കരി. അപ്പോൾ ഒരിക്കലും മണ്ണാങ്കത്തെ കരിയിലേക്കൂടെ കാശിക്ക് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ മണ്ണാങ്കത്തെ കരിയിലേക്കൂടെ യാത്ര പുറപ്പെട്ടു. അപ്പോൾ കുറച്ചങ്ങോട്ട് പോയി കഴിയുമ്പോഴേക്കും കാറ്റ് വന്നു. കാറ്റ് വന്നപ്പോൾ കരിയിൽ പറന്നു പോകുന്നു. മണ്ണാങ്കട്ട കരിയുടെ
അങ്ങനെ കാറ്റിൽ നിന്ന് അവർ രക്ഷപ്പെട്ടു. പിന്നെ മുന്നോട്ട് പോയി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മഴ പെയ്യും. അപ്പോൾ മണ്ണാങ്കട്ടായിരിക്കും പോകും. അപ്പോൾ കരിങ്കല മണ്ണാങ്കട്ടയുടെ മേടിയിൽ കയറി. അപ്പോൾ മഴയിൽ നിന്ന് അവർ വീട്ടിൽ പിടിച്ചു. കുറച്ചങ്ങാണ്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും കാറ്റും മഴയും കൂടെ വന്നു. അപ്പോൾ കാലാവസ്ഥാനത്തിൽ പ്രകാരമാണ് കരിയില പറന്നു പോയി മണ്ണാങ്കട്ട ഒഴിച്ചു പോയത്. ഇതിന് ചെറിയ ടെസ്റ്റ് വരുന്നതാണ് നമ്മുടെ കുടുംബജീവിതവും മുന്നോട്ട് പോകുന്നത്. ക്രിസ്തുവും അല്ലെങ്കിൽ നിങ്ങളുടെ യാത്ര സ്വർഗത്തിലേക്കുള്ള ഒരു യാത്രയാണ്. മണ്ണാങ്കത്തെ കരിയിലേക്ക്. നിങ്ങളുടെ ജീവിതത്തിൽ ക്രിസ്തു കുറച്ച് നാൾ കഴിയുമ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം വരും. അപ്പോൾ അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ കയ്യിൽ ചേർത്ത് പിടിച്ചത് പറയണം, ഞാനത് കൂടുതൽ പറയണം, ഞാനത് എല്ലാത്തിൻ്റെ കൂടുതൽ പറയണം. അങ്ങനെ ഞാൻ കാട്ടിൽ തന്നെ രക്ഷിക്കണം. കുറച്ച് നാളോടെ കഴിഞ്ഞാൽ നേരത്തെ മഴ പെയ്യും. അപ്പോൾ അനിയനിക്ക് വരും ലോക പ്രശ്നങ്ങളാണ്. അപ്പോൾ ക്രിസ്തു നീ അനിയനെ ചേർത്ത് പിടിച്ചിട്ട് പറയണം, എന്തൊക്കെ സംഭവിച്ചാൽ ഞാനെന്തായാലും കൂടെ എന്ന് പറയാം. കുറച്ച് നാളുകൾ കഴിയുമ്പോൾ കാറ്റും മഴയും തിരിച്ചു വരും. അപ്പോൾ നല്ല തമ്പുരാനെ ചേർത്ത് പിടിച്ചിട്ട് പറയണം, തമ്പുരാനെ ഞങ്ങളുടെ കൂടെ ഒരുമിച്ച് നിൽക്കണേന്ന് നിങ്ങൾ രണ്ടുപേരും ഉറച്ചു പറയണം. കാറ്റും മഴയും വരുമ്പോൾ നല്ല തമ്പുരാനെ കൈയെടുത്ത് പിടിച്ചിട്ട് പറയണം, വിടരുത് ആ പിടി മരണം വരെ കൂടെ കാണാം. അപ്പോഴാണ് സ്വർഗത്തിലെത്താൻ പോകുന്നത്. സ്വർഗത്തിലൊക്കെ നമ്മുടെ പേരൊക്കെ ഇടിച്ചേർന്ന് തമ്പുരാനെ മുറുകെ പിടിക്കുമ്പോഴാണ്. പിന്നെ കഴിഞ്ഞ ദിവസം ഒരു കഥ വായിച്ചത് പ്രകാരമാണ്. ഒരിക്കൽ ഭാര്യയും ഭർത്താവുള്ള വഴക്കായി. അപ്പോൾ പരസ്പരം അവർ കണ്ടിട്ടില്ല. അപ്പോൾ ഇപ്പോൾ പുതിയ രീതികളൊക്കെ ഉണ്ടല്ലോ, കുറിപ്പെഴുതി ഫ്രിഡ്ജിലെടുത്ത് കുറിപ്പെഴുതി ഡെസ്ക് എഴുതി അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എനിക്ക് ഭർത്താവ് ഫ്രിഡ്ജിൽ കുറിപ്പെഴുതി വെച്ചു, നാളെ 6 മണിക്ക് എനിക്ക് ഓഫീസിൽ പോകണം, എന്നെ 5:30 വിളിച്ചെത്തിയിരിക്കണം എന്ന് കുറിപ്പ് ഫ്രിഡ്ജിൽ എഴുതി വെച്ചു. അപ്പോൾ രാവിലെ ആയപ്പോൾ ഭർത്താവ് 7 മണിയായി കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഭർത്താവിന് ദേഷ്യം വന്നു, എന്നെ അവർ വിളിച്ചില്ലല്ലോ. നോക്കുമ്പോൾ കട്ടിലെ ഒരു കുറിപ്പ് കിടക്കുകയാണ്, 5 ഏജായി. അപ്പോൾ ഇങ്ങനെ കുറിപ്പുകളുടെ ജീവിതമാണ് കമ്മ്യൂണിക്കേഷൻ വിവാഹ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ചെറിയ കാര്യങ്ങളെ പോലും പരസ്പരം തുറന്നു പറയുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഞാൻ പലപ്പോഴും ഇടവേളൊക്കെ അച്ഛനമ്മച്ചന്മാരൊക്കെ കാണുമ്പോൾ പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു തരത്തിൽ പറഞ്ഞാൽ എൻ്റെ അപ്പച്ചനമ്മച്ചനെ കാണുമ്പോൾ തന്നെ അനുഭവപ്പെട്ടിട്ടുണ്ട്. അപ്പച്ചൻ്റെ ഒരു നോട്ടത്തിൽ നിന്ന് അമ്മച്ചിക്ക് കാര്യം മനസ്സിലാവും, എന്താണ് ഉദ്ദേശിച്ചത്. അതൊക്കെ അവരുടെ തുടക്കം മുതലെയുള്ള ചെറിയ ചെറിയ തുറന്നു മനസ്സും കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ഇവിടുത്തെ ജീവിതം തുടങ്ങുമ്പോൾ ചെറിയ കാര്യമാണെങ്കിൽ ചെറിയ കാര്യം അത് പരസ്പരം തുറന്നു പറയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതോ ഒരു സിനിമയിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ കാപ്പി ഉണ്ടാക്കുന്ന പോലെയാണ് ചിലപ്പോൾ മദ്യത്തിനൊക്കെ വന്നാലും കൂടും, ചിലപ്പോൾ കടുപ്പം കൂടും. പക്ഷേ എന്തെങ്കിലും ഒരു അനുസരിക്കാം. അപ്പോൾ അതിൻ്റെ മാധുര്യം ആസ്വദിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയാണ് പറയാനുള്ളത്. നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് നടന്നാലും ആദ്യം തമ്പുരാനെ കൊണ്ടുപിടിക്കുക, പിന്നെ എല്ലാം പരസ്പരം തുറന്നു പറയുകയാണ്. ഒരു കാര്യം ചെയ്യണം. ഒരിക്കൽ ഒരമ്മച്ചി കോടതിയെ സമീപിച്ചു. എന്നിട്ട് ജഡ്ജിയോട് പറഞ്ഞു, ജഡ്ജി എനിക്ക് വിവാഹമോചനം വേണം. അപ്പോൾ ജഡ്ജി ചോദിച്ചു, എന്താണ് വിവാഹമോചനത്തിൻ്റെ കാരണം? എൻ്റെ ജഡ്ജിയുടെ ഈ മനുഷ്യൻ എൻ്റെ കല്യാണം കഴിഞ്ഞ പിറ്റേ ദിവസത്തോട് ഇദ്ദേഹം എന്നെ കൈ കിട്ടുന്നതോ ചെറിയാണോ എന്നതാണ്. കൈ കിട്ടുന്ന പാത്രങ്ങളിലെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജഡ്ജി ചോദിച്ചു, 45 വർഷമായി കല്യാണം കഴിഞ്ഞത്, തലേ ദിവസത്തെ പേര് തുടങ്ങിയതാണ്, എന്നിട്ട് ഇപ്പോഴാണോ വിവാഹമോചനം വേണ്ടത്? അപ്പോൾ അമ്മച്ചി ഇങ്ങനെ തിരിച്ചുകൊണ്ട് പറഞ്ഞത്, അന്നൊന്നും കേരളത്തിൽ ഉണ്മയില്ലായിരുന്നു, ഇപ്പം എല്ലാം എഴുത്ത് കൊണ്ടു തുടങ്ങിയിരിക്കുന്നു. അന്നൊക്കെ എഴുന്നപ്പോൾ എഴുത്ത് കൊണ്ടുവരായിരുന്നു, ഇപ്പോഴാണ് എഴുത്ത് കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ കുറേ ആശയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും, പരസ്പര രീതികളൊക്കെ ഉണ്ടാകും. ഇതാണ് ജീവിതം. പക്ഷേ ഇതൊന്നും നിങ്ങളുടെ എഴുത്ത് കൊണ്ടുവരുന്നത് നിങ്ങളുടെ ഈ ബന്ധത്തിൽ കൊള്ളാനും വരരുത്. അപ്പോൾ 3 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. തമ്പുരാനെ ചേർത്ത് പിടിക്കുക, ജീവിതത്തിൽ എന്തുണ്ടെങ്കിലും തുറന്ന് സംസാരിക്കുക, പിന്നെ ആശയപ്രശ്നങ്ങളൊക്കെ ആശയപ്രശ്നങ്ങളായിട്ട് നിലനിൽക്കുന്നത്, പിന്നെ ജീവിതം ആഘോഷിക്കുക, സന്തോഷിക്കുക, നിങ്ങളുടെ ജീവിതം കണ്ട് മറ്റുള്ളവരെ സന്തോഷിക്കുക. അപ്പോൾ ഒരിക്കൽ കൂടെ ആശംസകൾ. ഞങ്ങളുടെ കർത്താവായ ദൈവം ഈ വധുവരന്മാർ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ ഒരു
പ്രിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങൾ ഏവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ പ്രിയ സഹോദരന്റെ ഈ വധുവരന്മാർ വിവാഹങ്ങളുടെ കൂടാശയാൽ ബന്ധിതരാകാൻ പോകുന്നു. ഈ കൂടാശ യോഗികളോടെ പരിവർത്തനം ചെയ്യുന്നത് പുരോഹിതൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടുകൂടി മൗനമായി പ്രാർത്ഥിക്കാം. ആദിയിൽ പുരുഷന് ജീവിത സഖ്യം നൽകിയ ദൈവമേ, അങ്ങയുടെ നല്ല പരിപാടികൾ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യാഭർത്താക്കന്മാരാകാൻ ആഗ്രഹിക്കുന്നവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കൂടാശ യോഗ്യതയോട് പരികർമ്മം ചെയ്യുവാൻ അങ്ങയുടെ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ പ്രതാപനം സമർത്ഥമായി ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. നിശികാടെ നിയമവും തിരുസഭയോടനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി അലീനെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. അലീന നിശിയായ നിയമവും തിരുസഭയോടനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി ക്രിസ്തോയെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. നിങ്ങൾ വിവാഹം വഴിക്ക് സാക്ഷികളാണ്, മനസാക്ഷികൾ. നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടി അടയാളമായി പരസ്പരം വലതുകരം സാക്ഷ്യപ്പെടുകയും അബ്രാഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെ ദൈവം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടും കൂടി കുടുംബജീവിതം വിജയമായി നയിക്കുവാൻ കർത്താവായ യേശുമിശിഹ നിങ്ങളെ വിവാഹത്താൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്നേക്കും. കുരിശു മരണവഴി ക്രിസ്തു കർത്താവ് വിശ്വാസത്തിലെ ഒന്നുമാരെ ബന്ധിപ്പിക്കുന്ന ഈ കാലം ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിന്റെ പ്രതീകമായ ഈ കാര്യം അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസത്തിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിൽ ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിഷ്ഠമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന വിശേഷകർക്കും ശക്തി നൽകട്ടെ. ഇതിന്റെ വിശുദ്ധരുടെ അടയാളമായിരിക്കും ചെയ്യട്ടെ. മോദിനം കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിന്റെയും വിശ്വസ്തന്റെ അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കർത്താവിനാൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യവാനായ കർത്താവ് ഈ മന്ത്രം കൂടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിർധരിക്കുവാൻ ഈ ദമ്പതിമാരെ ക്ഷണിക്കണമേ. നിന്റെ മണവാട്ടിയായ തിരുസഭയെ മൗഢ്യത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മൗഢ്യത്തിന്റെ വസ്ത്രമണിയുവാൻ ഇവരെ യോഗ്യരാകുകയും ചെയ്യണമേ. സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു.
ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏകമനസ്സായി ജീവിച്ചുകൊള്ളാം വിശുദ്ധഗ്രന്ഥം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കും. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നു. അന്തരീയ സൗകര്യത്താലും അവിടെ നിങ്ങളെ സംതൃപ്തരാക്കും. തിരുസഭയുടെ ശില്പായ വീഴ്ചയെ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടെ നിങ്ങൾക്ക് തുണയായിരിക്കും. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടെ നിന്ന് നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നതിന് അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിന് അവിടെ നിന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടത്തേക്ക് ആരാധന സമർപ്പിക്കുവാൻ നിങ്ങൾ അവിടെ നിന്ന് യോഗ്യരാക്കി ചെയ്യട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ മേൽ അങ്ങയുടെ കാരുണ്യത്തിന്റെ വലങ്കൈ നീട്ടണമേ. അങ്ങയുടെ സംരക്ഷണത്തിന് തണലിൽ ഇവരെ കാത്തുകൊള്ളണമേ. അബ്രഹാത്തെയും സാറയെയും അനുഗ്രഹിച്ച ദൈവമേ, അഭേദ്യമായ ഐക്യത്തിലെ വരെ ഒന്നിപ്പിച്ച പരിപാലനെ ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. അനുഗ്രഹിക്കണമേ. നമ്മുടെ അമ്മയായ മറിയത്തിന്റെയും തിരുകുടുംബത്തിന്റെ നാഥനായ യോസേഫിന്റെയും ആവശ്യം ഇവരുടെ കുടുംബജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാകട്ടെ. സകല വിശുദ്ധരുടെയും പ്രാർത്ഥന ഇവരെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥായ അനന്തമായ സ്നേഹത്താൽ പുരുഷനും സ്ത്രീയുമായി മനുഷ്യരെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തിൽ അവരെ പങ്കാളികളാക്കുകയും ചെയ്ത കാരുണ്യവാനായ ദൈവം വാഴ്ത്തപ്പെട്ടവരാകട്ടെ. വിവാഹം എന്ന കൂദാശയ നിർമ്മലമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടുന്ന് നിങ്ങളെ കാത്തുപരിപാലിക്കട്ടെ. മിശിഹായുടെ അവയവങ്ങളും പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളുമായ നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും പ്രീതികരവുമായ സജീവ ബലിയായി ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈ കുദാശ നിങ്ങളെ ശക്തരാക്കട്ടെ. സന്താന സൗഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണ്ണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യ നേരത്ത് സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ മണവറയിൽ അവിടത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാകട്ടെ. നവദമ്പതിമാരായ നിങ്ങളെ
ഈ തിരുക്കർമ്മത്തിൽ പങ്കുചേർന്ന എല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. Written in these walls are the stories that I can't explain. I leave my heart open, but it stays right here empty for days. She told me in the morning she don't feel the same about us in her bones. Seems to me that when I die, these words will be written on my stone. And I'll be gone, gone tonight. The ground beneath my feet is open wide. The way that I've been holding on too tight, with nothing in between. The story of my life, I'll take her home. I'll drive all night to keep her warm in time. It's frozen. The story of my life, I give her hope. I spend her love until she's broke inside. The story of my life. Written on these walls are the colors that I can't change. Leave my heart open, but it stays right here in its cage. I know that in the morning now, see us in the light upon the hill. Although I am broken, my heart is unchained still. And I'll be gone, gone tonight. The fire beneath my feet is burning bright. The way that I've been holding on so tight, with nothing in between. The story of my life, I'll take her home. I'll drive all night to keep her warm in time. It's frozen. The story of my life, I give her hope. I spend her love until she's broke inside. The story of my life. And I've been waiting for this time to come around. Days grow longer and nights grow shorter as I lie free. Passing streetlights and starry moonlights and I fly free. The days grow longer and nights grow shorter as I lie free. Passing streetlights and starry moonlights and I fly free. Hey! 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 There I see, I feel no sorrow. Jale, nikle,
Open the night, alive and bright, chasing all shadows like a firefly. Open the night, alive and bright, chasing all shadows like a firefly. Open the night, alive and bright, chasing all shadows like a firefly. Open the night, alive and bright, chasing all shadows.
നമ്മളോടൊപ്പം സ്റ്റേജിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ്. സോ ആദ്യമേ തന്നെ നല്ലൊരു കൈഡി ബ്യൂട്ടിഫുൾ ന്യൂ ബെഡ്സിന് വേണ്ടി കൊടുക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. കൈ ഫ്രീ ആയിട്ടിരിക്കുന്ന എല്ലാവരും നല്ലൊരു കൈഡി തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു. ബ്യൂട്ടിഫുൾ ന്യൂ ബെഡ്സ്. അതിന് രണ്ടുപേരും നമുക്ക് എല്ലാവർക്കും സുരക്ഷിതരാണ്. എങ്കിലും ഇറ്റ്സ് മൈ ഡ്യൂട്ടി ടു ഇൻട്രൊഡ്യൂസ് ദം ഇൻ ഫോർമൽ. ഇവരെ ഒഫീഷ്യലായിട്ട് പരിചയപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നു. സോ സ്റ്റാർട്ടിംഗ് വിത്ത് ദ ഹാൻഡ്സം ഗ്രൂപ്പ്, മിസ്റ്റർ ക്രിസ്റ്റോ പോൾ, working as psychological therapist at NHS England, and about beautiful bride, Mrs. Alina Stabi is an activity coordinator at a rehabilitation center, UK. So this is all about them, and I'm so happy to introduce them for the very first time as husband and wife. So ഇനി ഇവരെ രണ്ടുപേരുടെയും ഫാമിലീസിനെ നമുക്ക് സ്റ്റേജിലേക്ക് വിളിക്കാനുള്ള സമയമാണ്. But before that, ഇവർക്ക് രണ്ടുപേർക്കും എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാനുള്ള സമയം കൂടെയാണ്. ഒരുപാട് നാളായിട്ട് കാത്തിരിക്കുന്ന ഒരു ബിഗ് ഡേ സെലിബ്രേഷൻ ആണ്. സോ ഹൗ ഡു യു ഫീൽ അറ്റ് ദിസ് വെരി റൈറ്റ് മൊമെന്റ്? ഈ ഒരു മൊമെന്റിൽ എത്തിച്ചേരുന്നവരോടൊക്കെ എന്താ പറയാനുള്ളത്? ഫസ്റ്റ് The most awaited days are here today. Yes, so happy and yes, excited. ഓക്കെ, അപ്പോൾ നല്ലൊരു കൈഡി കൊടുത്താണ്. ഇന്നേ ദിവസം ഇവർക്ക് ഏറ്റവും ലാവിഷ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ് കൈഡി. അപ്പോൾ അതിലാരും ഇഷ്ടമെന്ന് വിചാരിക്കേണ്ട, നല്ല രീതിയിൽ തന്നെ കൈഡി കൊടുക്കുന്നുണ്ട്. എന്നാ മദീന, എന്താണ് ഈ മൊമെന്റ് പറയാനുള്ളത്? ഒറ്റ വാക്ക് ഒതുക്കിയോ? പറയാനുണ്ടോ എന്തെങ്കിലും രണ്ടുപേരും കൂടെ? ഇല്ല, രണ്ടുപേരും തന്നെ ഹാപ്പിയാണ്. ഇത് കാണുന്നത് നമുക്കൊക്കെ ഒരു സന്തോഷമാണ് അല്ലേ? യെസ്. ആൻഡ് ഇനി ഒരു കാര്യം കൂടെ ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ഓൾറെഡി നിങ്ങളെ ലൈഫ് പാർട്ട്നേഴ്സിനെ ചൂസ് ചെയ്ത് കഴിഞ്ഞു. സോ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സെലിബ്രേഷൻ നടക്കുന്നത്. സോ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറിൽ നിങ്ങൾ കണ്ടാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്വാളിറ്റി എന്തായിരിക്കും? നമുക്കറിയാം ഒരാൾക്ക് ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ടായിരിക്കും. പക്ഷെ അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്വാളിറ്റി എന്താണെന്ന് ചോദിച്ചാൽ ആദ്യം പറയുന്ന അലിയുടെ ക്വാളിറ്റി എന്തായിരിക്കും ഇഷ്ടം? I will say that she's a very soulful and beautiful soul with positive energy. Another psychological therapy worker, just very psychologist on therapy worker, he means anxiety or illness, frustration or an option. I know the form which she takes everything right and positive. അടിപൊളി. ഇതിലും വലിയൊരു ഡിസ്ക്രിപ്ഷൻ ഇനി ഒരു പ്രൈഡിൽ കിട്ടാനില്ല. സോ നല്ലൊരു കൈഡി കൊടുത്താണ്. യെസ്. എന്താണ് ക്രിസ്റ്റോയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്വാളിറ്റി എന്താണെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് പറയുന്നത് ഏതായിരുന്നു? നല്ല കെയറിംഗ് ആണ്, നന്നായി റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. വിച്ച് ഇസ് വെരി ഗുഡ് ക്വാളിറ്റി. എങ്കിൽ നല്ലൊരു കൈഡി കൊടുക്കുകയാണ്. കൈഡി നല്ല ഉഷാറായിട്ട് പോകട്ടെ. ഓക്കെ.
the start. I have seen your hurting heart. For what you've done, but there's no distance too far that I can't reach you. There's no place that's so dark that I can't find you. Anywhere that you are, if you need proof, take a look at these scars. I love you. Doesn't matter, doesn't matter, doesn't matter what you've done. You are never never too far gone. You have run down every road, and you've lost your way back home. And you feel so dirty, you know you're unworthy, feeling undeserving of any love. Cloud
not every day. How about every lifetime? Yeah, I know what they say, and that's fine, 'cause I'm here to stay through the good and the bad times. Baby, save me a space in your mind. Yeah. Call me crazy, and people saying that we move too fast, but I've been waiting for a reason. There ain't no turning back, 'cause you show me something I can't live without. I believe when you hold me, it's like heaven coming down. I believe that you show me, that you show me. Everywhere that I go, feeling you all around me. Now that I got you close, I'm alright. Baby, I didn't know, but I'm glad that you found me, 'cause I'm seeing the most in your eyes. Oh yeah. Call me crazy, people saying that we move too fast, but I've been waiting for a reason. Ain't no turning back, 'cause you show me something I can't live without. Oh yeah. And I believe when you hold me, it's like heaven coming down. Yeah. And I believe that you show me, you show me, you show me. You show me. It doesn't matter anymore. Now I got you here with me. Nothing matters any longer. Now I got you here with me. I think about you every time I lose myself again. I lose myself again. 'Cause you show me something I can't live without. I believe when you hold me, it's like heaven coming down. Everybody say no, no, no. You gotta let your feelings go. The stars will always glow. Everybody say you won't stay, but I know it's gonna be okay. Our dreams won't fade away. We gotta hold on, hold on. It's us forever, us forever. Gotta hold on, hold on. Just us together, us together. Us forever, us forever. Us forever. You make me strong. With you I'm 10 feet taller, feet taller. One love. Heaven's round the corner, the corner. Everybody say no, no, no. You gotta let your feelings go. The stars will always glow. Everybody say you won't stay, but I know it's gonna be okay. Our dreams won't fade away. We gotta hold
വിളക്കുകളുമായി ഉൾപ്പെട്ട 10 കടികൾക്ക് സദൃശമാകുന്ന സ്വർഗരാജ്യം. അവരിൽ 5 പേര് വിവേകശൂന്യരും 5 പേര് വിവേകമതികളുമായിരുന്നു. വിവേകശൂന്യർ വിളക്കുകൾ കൊണ്ടുപോയി, എന്നാൽ എണ്ണ എടുത്തിരുന്നില്ല. വിവേകവതികൾ വിളക്കുകളോടൊപ്പം പാത്രങ്ങളിൽ എണ്ണയും എടുത്തിരുന്നു. മണവാളൻ വരാൻ വൈകി. ഉറക്കം വരുത്തിയാൽ എല്ലാവരും ഇറങ്ങിപ്പോയി. രാവിൽ ഒരു ആർപ്പുവിളി കേട്ടു, ഇതാ മണവാളൻ വരുന്നു. പുറത്തു വന്ന് അദ്ദേഹത്തെ എതിരേൽക്കുന്നു. കന്യകമാരെല്ലാവരും ഉണർന്നേറ്റു വിളക്കുകൾ ഒരുക്കി. എണ്ണ കരുതി ഒരുങ്ങിയിരുന്നവർ അദ്ദേഹത്തോടൊപ്പം വിളക്കു തെളിച്ച് മംഗല്യാഘോഷങ്ങൾക്കായി അകത്തു പ്രവേശിച്ചു. നമ്മുടെ കർത്താവായ യേശുമിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കുടുംബജീവിതം ആരംഭിക്കുന്ന ഈ ദമ്പതികളെ സന്തോഷപൂർവ്വം സംതൃപ്തിയും നൽകി അനുഗ്രഹിക്കുമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ നല്ല ആഗ്രഹങ്ങൾ സഫലമാകണമെന്നും ഉത്തമ സന്താനങ്ങൾ നൽകി ഇവരെ അനുഗ്രഹിക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശ്വസ്തരായ ധാരാളം മിത്രങ്ങളെ നൽകണമെന്നും സൗഭാഗ്യത്തേക്ക് ഇവരെ പുലർത്തണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, വിവാഹമെന്ന പിതാസിൽ ഞങ്ങളെ ഒന്നാക്കിയതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഇനി ഞങ്ങൾ രണ്ടല്ല ഒന്നാണ് എന്ന അവബോധം ഞങ്ങളിൽ സദാ ഓർക്കണമേ. ഞങ്ങൾ അന്യോന്യം സമർപ്പിച്ചും പ്രോത്സാഹിപ്പിച്ചും പോരായ്മകൾ ക്ഷമിച്ചും സഹിച്ചും വളരുവാനും പരസ്പര ധാരണയിലും ഐക്യത്തിലും ജീവിക്കുവാനും അന്ത്യം വരെ വിശ്വസ്തരായി വ്യാപരിക്കുവാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ആഗ്രഹത്തെ സഫലമാക്കണമേ. ഞങ്ങളുടെ ജീവിതാന്ത്യത്തിൽ അങ്ങയെ നേരിൽ കണ്ട് ആനന്ദിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. സർവത്തിൻ്റെയും നാഥ എന്നേക്കും. I might be slightly obsessed. I still show no signs of slowing down. If I met you a few years ago, I wonder how life would have been before. I might be slightly obsessed. I still won't let these words come out. If I met you a few years ago, I wonder how life would have been before. But I can go back to the places when we were full. But I can go back to the places when we didn't know the time didn't stay still and the earth wasn't round. And I can't go back in time. To the hills for a month or two
track me in your plans like I will too. I've played it cool and it might be too soon. I wonder how life will be with you, fool. But I can go back to the places when we didn't know. The time didn't stay still and the earth wasn't round. But I can go back to the places when we were alone. We climbed those trees, but my words were on the ground.